വളരെ എളുപ്പത്തിലും അതേപോലെ നല്ല ടേസ്റ്റോടും കൂടി എങ്ങനെയാണ് ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇന്നിവിടെ കാണിക്കുന്നത്. എപ്പോഴും നമ്മൾ ചിക്കൻ വാങ്ങിക്കുമ്പോൾ കറി അല്ലെങ്കിൽ റോസ്റ്റ് ഇതൊക്കെ അല്ലേ ചെയ്യാറ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണത്. മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കരുത്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവില്ലാത്ത മുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, കുറച്ച് ചെറുനാരങ്ങ നീര്, ഇതെല്ലാം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ചിക്കൻ മുറിച്ചെടുക്കുമ്പോൾ വെള്ളമില്ലാത്ത പരുവത്തിന് വേണം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കുന്നത് നല്ലതാണ്. ചിക്കൻ വറുക്കാനായിട്ട് സ്റ്റൗവിൽ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചിക്കനെല്ലാം ഇട്ട് കൊടുക്കാം. കുറച്ച് നേരത്തിനൊന്ന് അടച്ച് വെച്ചിട്ട് ചിക്കനൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റായി കിട്ടും ചിക്കൻ. ഒത്തിരി അങ്ങോട്ട് ഹാർഡായിട്ട് ചിക്കൻ എടുക്കരുത്. ഒത്തിരി അങ്ങോട്ട് കട്ടിയായി കഴിഞ്ഞാൽ അത്ര അങ്ങ് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇടയ്ക്കും തലയ്ക്കും ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് അങ്ങ് വേവിച്ചെടുത്താൽ മതി. ഒത്തിരി അങ്ങോട്ട് മൊരിച്ച് കളയരുത്. എന്നാൽ കുറച്ചൊരു മൊരിഞ്ഞിട്ട് വരും വേണം. അങ്ങനത്തെ പരുവത്തിന് വേണം എടുക്കാനായിട്ട്. അപ്പോൾ അത് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാണ് എടുക്കുന്നത്. ഒത്തിരി അങ്ങോട്ട് കട്ടിക്ക് എടുക്കരുത്. അപ്പോൾ കൊണ്ടാട്ടം ഉണ്ടാക്കി വരുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാനായിട്ട്. ഇനി അടുത്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയെല്ലാം ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ചിക്കനെല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി ആ എണ്ണയിൽ തന്നെയാണ് എല്ലാം റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു 3-4 ഉണക്കമുളകും കുറച്ച് വെളുത്തുള്ളി തൊലിയൊടുക്കനെ ചതച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനൊന്ന് വറുത്ത് കോരിയെടുക്കണം. തൊലിയൊടുക്കനെ വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ്. ഇനി ഇതിനെ കോരിയെടുത്തിട്ട് ആ സെയിം എണ്ണയിൽ തന്നെയാണ് ഉള്ളി വഴറ്റിയെടുക്കുന്നത്. നിങ്ങൾ വലിയ ഉള്ളി മാത്രമുള്ളെങ്കിൽ വലിയ ഉള്ളി 2 ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. ചെറിയ ഉള്ളിയിലാണ് ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് വരുന്നത്. ഒരു 10-11 ചെറിയ ഉള്ളിയും ഒരു വലിയ ഉള്ളിയുടെ ഒരു പകുതിയും കൂടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇനി അതിലേക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും എരിവില്ലാത്തതാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, അതേപോലെ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കിയെടുക്കാം. കുറച്ചൊരു ബ്രൗൺ കളറാവുന്നവർക്കും ഒന്ന് ഇളക്കിയെടുക്കണം. ലോ ഫ്ലെയിമിൽ വേണം വെച്ചിട്ട് ഇതെല്ലാം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ അടിയെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോവും. ആ ഓയിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ഇനി വേറൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചിക്കൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ അളവ് കൂട്ടി കൊടുക്കണം. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് വേണം ഇതിലോട്ട് ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം. ഉപ്പിൻ്റെ അളവൊക്കെ നോക്കിയിട്ട്, ചിക്കനിൽ ഉപ്പുള്ളതാണ്, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇനി ആ തിളയ്ക്കുന്ന ഒരു സമയത്ത് വേണം ചിക്കനെല്ലാം ഇട്ട് കൊടുക്കാനായിട്ട്. ആ തിള വരുന്ന സമയത്ത് ചിക്കനെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് റോസ്റ്റ് പോലെ ആയി പോവും. അപ്പോൾ വളരെ കുറച്ച് വെള്ളം വേണം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നേരത്തെ വറുത്ത് വെച്ചതെല്ലാം ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഉണക്കമുളക് ക്രഷ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവിനായിട്ട് വേറെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഉണക്കമുളക് നമ്മളുടെ എരിവിനനുസരിച്ചിട്ട് എത്ര വേണമെങ്കിലും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പിള്ളേർക്കൊക്കെ കൊടുക്കണ ആ ഒരു ഇതാണെങ്കിൽ വളരെ കുറച്ച് തന്നെ ഇട്ട് കൊടുത്താൽ മതി. വലിയ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഉണക്കമുളക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. നല്ല ടേസ്റ്റും ഉണ്ടാവും, ചെറിയൊരു എരിവും കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ല ഡ്രൈ ആക്കിയിട്ട് തന്നെ എടുക്കണം. വെള്ളമുള്ള പരുവത്തിന് ഒരിക്കലും എടുക്കരുത്.
ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ചപ്പാത്തിക്കും അതേപോലെ പൊറോട്ട, ഫ്രൈഡ് റൈസ്, ചോറ് എല്ലാവർക്കും മാച്ചായിട്ടുള്ള ഒരു ഐറ്റമാണിത്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കണേ.